നമ്മള് അല്ലെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ബയോളജിക്കൽ വാറിന്റെ ഏറ്റവും 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 വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയ അല്ലെ വാറാണെങ്കിലും ഒരു യുദ്ധമല്ല അത്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലും. അതാണ് ആ ഒരു സൈക്കോളജിക്കലുള്ള ഒരു ബയോളജിക്കൽ വാറിന്റെ ഏറ്റവും ഹൈലൈറ്റ്സ്. കാരണം നമ്മൾ പോലും അറിയില്ല, നമ്മളത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് തന്നെയാണ് അവർക്ക് വേണ്ടത് അല്ലെ. യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ട് കഴുത്തറക്കുന്ന പോലത്തെ ഒരു മെത്തേഡാണ് ബയോളജിക്കൽ വാർ. അത് തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ കാരണങ്ങളും. കാരണം അതിന്റെ ഒരു പീക്ക് സ്റ്റേജ് എത്തി. പീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പീക്കും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജും എത്തിക്കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ബാഹുവിനെ UKG പഠിക്കുന്നു. ഓക്കെ, അവനെ വിളിക്കാൻ ചെന്നപ്പോ അവന്റെ ക്ലാസ്സിലെ പെൺകുട്ടി അല്ലെ, ചെറുതാണ് അവള് ലിപ്സ്റ്റിക് ഒക്കെ പെരട്ടി നിൽക്കുക. ലിപ്സ്റ്റിക് കിട്ടും, ആ ലിപ്സ്റ്റിക് ഇട്ട് എല്ലാ ദിവസവും ഇടാറുണ്ട്. ചിന്തിക്കണം, ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഓക്കെ ചുണ്ടി പെരട്ടുന്ന ഒരു സാധനം, പക്ഷെ അതല്ല, അത് കാഡിയം അതോടൊപ്പം തന്നെ കാസിനോജനിക് ആയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് മിക്സ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ഉടനെ തന്നെ പോകും. കാരണം ഒരു 5 വയസ്സുള്ള കുഞ്ഞിന്റെ കിഡ്നിക്ക് അത്രയേ ത്രാണിയുള്ളൂ. ഓക്കെ, അതോടൊപ്പം തന്നെ അവളുടെ ശരീരം, അവളുടെ ആരോഗ്യം എല്ലാം നശിക്കും, അവളുടെ ബുദ്ധിവികാസം എല്ലാം നശിക്കും. കാരണം ഭക്ഷണത്തിലൂടെ വിഷം, ശ്വാസത്തിലൂടെ വിഷം, എല്ലാവിധ കാര്യത്തിലൂടെ വിഷത്തിൽ കടന്നു വരുന്നു. പിന്നെയും വിഷം ഈ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ വളരെ വലിയൊരു ഹാം എഫക്റ്റ് ആണ്. ഈ ഒരു കോസ്മെറ്റിക്സ് എന്നുള്ള ഒരു വലിയൊരു ബിസിനസ് മേഖല തന്നെ തുടങ്ങിയത്, ഇതിന്റെ ഏറ്റവും പീക്ക് സ്റ്റേജ് തുടങ്ങിയത്, അതായത് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഇന്ത്യയിലുണ്ട്, വളരെ വെഗസ്ലി ഗ്രോൺ ആവുന്ന ഒരു മാർക്കറ്റാണ് കോസ്മെറ്റിക്സ് ഇന്ത്യയിൽ എന്ന് അവർ തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്നറിയോ? ആ രീതിയിലാണ് ഒരു വേൾഡ് വാർ, ആ ഒരു ബയോളജിക്കൽ വാർ അവർ ക്രിയേറ്റ് ചെയ്തത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ആ ഒരു കൊറോണ സമയത്ത് എല്ലാം അല്ലെ, നമ്മൾ ക്യാൻഡി ക്യാം അതോടൊപ്പം ഒരുപാട് ഫിൽറ്റേഴ്സ് ഉള്ള വീഡിയോസ്, ഫിൽറ്റേഴ്സ് ഉള്ള ഫോട്ടോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതായത് സ്വന്തം മുഖം ഇഷ്ടമല്ല, പക്ഷെ ഫിൽറ്റർ വരുമ്പോൾ ഇച്ചിരി വെളുത്ത് കാണുമ്പോൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഈ പ്ലേ സ്റ്റോർ, ഈ പറയുന്ന ഗൂഗിൾ എല്ലാം അവരുടെ കയ്യിലാന്ന് ഓർക്കണം. അപ്പൊ അവർക്ക് മനസ്സിലായി, ഓക്കെ അവിടെ വെളുക്കണ ആൾക്കാർക്ക് കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, റേസിസ് അവിടെ വളരെ വലുതാണ്, ആൾക്കാർക്ക് വെളുക്കാൻ വളരെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ വളരെ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കാൻ വളരെ കാര്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? വൈഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് അല്ലെ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു 10 വർഷം അല്ലെങ്കിൽ 5-6 വർഷം കൊറോണക്ക് മുമ്പ് ഈ കോസ്മെറ്റിക്സോ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യനോ ഒന്നും ഇല്ല. അതായത് വളരെ കുറവാണ്, ഈ കുഞ്ഞൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ എന്ത് ചെയ്തു? അപ്പൊ സുഖമായിട്ട് ആ ഒരു വിഷം മിക്സ് ചെയ്ത പല തരത്തിലെ കോസ്മെറ്റിക്സ് അങ്ങോട്ട് കൊടുത്തു. വേറെ പരിണാമ ഫലം വേറൊന്നും അല്ല. ഇപ്പൊ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ആകെ 2 വർഷം 3 വർഷം 5 വർഷം ഒക്കെ ആയിട്ടുള്ളൂ. നിങ്ങളൊരു കുറച്ച് 5 വർഷം കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ ആരോഗ്യം നശിക്കും. നിങ്ങളുടെ കിഡ്നി പോവും, നിങ്ങളുടെ ലിവർ പോവും, നിങ്ങളുടെ ബ്ലഡ് സ്ട്രീം എല്ലാം എല്ലാം എല്ലാം. അപ്പോൾ ആ ഒരു സക്സസ് ആയി കഴിഞ്ഞു. ആ ഒരു ബയോളജിക്കൽ വാറിന്റെ ഏറ്റവും പീക്ക് അത് തന്നെയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഏറ്റവും കുഞ്ഞു വരെ, ജനിച്ചു വീഴുന്ന കുഞ്ഞു വരെ പല ബ്രാൻഡിലെ സാധനങ്ങളാണ്. പക്ഷെ ഇതെല്ലാം നിങ്ങളെ കൊല്ലാനുള്ള ഐറ്റംസ് തന്നെയാണ്. പക്ഷേ റിലാക്സ് പോർഷൻ അഭയം പ്രാപിക്കുന്നവര് അവരുപയോഗിക്കുന്നത് അവരുടെ സൗന്ദര്യത്തിനും അവരുടെ ആരോഗ്യത്തിനും വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളും എല്ലാം അവർ ഉപയോഗിക്കാൻ പോകുന്നത് 1955, അതായത് നമ്മുടെ അപ്പന്മാരെല്ലാം ഉപയോഗിച്ചിരുന്ന ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള എല്ലാവിധ ഹാംഫുൾ അല്ലാത്ത കാര്യങ്ങളായിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ യോഗ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കൊണ്ട് അവരുടെ ഏജിങ് ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ്. ആ ഒരു ലൈഫായിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.